നിക്കേ കല്യാണി, എന്താണ് ഒന്ന് മിണ്ടാതെ അങ്ങ് പോകുന്നത്? ഓ, വലിയ ഭക്തിയാണല്ലോ. അതെ, നിന്റെ പ്രാർത്ഥനയൊക്കെ ദൈവങ്ങളെ കേൾക്കുന്നുണ്ടോ? മുഖലക്ഷണം കണ്ടിട്ടെ ദേവി പ്രസാദിച്ച ഒരു ലക്ഷണവും ഇല്ലല്ലോ. ആട്ടെ, നീ ദേവിയോട് എന്താ പ്രാർത്ഥിച്ച? ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണം നടക്കരുതെന്നാണോ? അതോ നിന്റെയും ഋഷിയുടെയും കല്യാണം മുടങ്ങണമെന്നോ? അതുമല്ല, അന്നേ ദിവസം നിന്റെ ജീവൻ അങ്ങ് പോയി കിട്ടണമെന്നാണോ? അയ്യോ, എന്താ ഇങ്ങനെ ദഹിപ്പിക്കും പോലെ ഒരു നോട്ടം? ഇത്രയും നാളും നീ അഖിലാണ്ടേശ്വരിയെ വഞ്ചിച്ചു. എന്നാ ഇനി വഞ്ചിക്കാൻ നിനക്ക് സാധ്യമല്ല. അത് തന്നെയാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഇത്രയും നാള് നീയും നിന്റെ അനുജത്തിയും കൂടി അഖില മേഡത്തിനെ വഞ്ചിച്ചു. എന്നാ ആ വഞ്ചന എന്നേക്കുമായിട്ട് അവസാനിക്കുക. അഖില മേഡത്തിന്റെ തോക്കിന് ഇരയാവാൻ പോകുന്നത് മറ്റാരുമല്ല, നിന്റെ അനുജത്തി ഗംഗ. നീ ഇങ്ങനെ പിച്ചുമേയും പറയുന്നതേ നിന്റെ മരണഭയം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും മരണത്തെ മുമ്പിൽ കണ്ടിട്ടും നീ ധൈര്യമായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, അതാ എനിക്ക് അത്ഭുതം. സത്യം പറയുന്നവർക്ക് മരണത്തെയല്ല ഒന്നിനെയും പേടിയുണ്ടാവില്ല. അവർ നേരിന്റെ വഴിയെ മാത്രം പോവും. പക്ഷേ നിങ്ങൾ നാഗമടത്തുകാർക്ക് നേരിന്റെ വഴി അറിയില്ലല്ലോ. നിർത്തടി. എന്റെ തറവാടിനെ പറ്റി പറയാൻ നിനക്ക് യാതൊരു അർഹതയില്ല. നിന്റെ നാഗമടത്ത് തറവാടിനെ വേരോടെ അറുത്ത് കളയാനുള്ള അർഹത ഇന്നെനിക്കുണ്ട്. കാരണം ഞാൻ തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണന്റെ പെണ്ണ. ഓഹോ, നാഗമടത്തെ പ്രിയങ്കാവർമ്മ ജീവനോടെ ഇരിക്കുമ്പോ നിന്റെ ആ സ്വപ്നം സാക്ഷാത്കരിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ചോദിക്കാൻ ആരും വരില്ല. പക്ഷേ എന്തിനും ഏതിനും നിനക്ക് എന്റെ സമ്മതം ചോദിക്കേണ്ട ദിവസം അടുത്തു കഴിഞ്ഞു. കേടാൻ പോകുന്ന വിളക്കേ ആളി കത്തും. നിന്റെ ഈ പ്രസംഗം കേൾക്കുമ്പോ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. നീ തൃച്ചംബരത്തോട് മത്സരിച്ചപ്പോഴൊക്കെ തോറ്റ് നാണം കെട്ട് ഓടിയിട്ടേ ഉള്ളൂ. ഇനിയും അതൊക്കെ തന്നെയാ നടക്കാൻ പോകുന്നത്. കിഴക്കുതിക്കുന്ന സൂര്യൻ പടിഞ്ഞാറുദിച്ചാലും ശരി, നീ വിചാരിക്കുന്നത് ഒരിക്കലും നടക്കില്ല. എന്തുകൊണ്ട് ഞാനിത് പറയുന്നുവെന്നായിരിക്കും നീ ഓർക്കുന്നത്. ആനന്ദും നീയുമായിട്ടുള്ള രഹസ്യ ബന്ധത്തിന്റെ കാര്യം അഖിലയോട് തുറന്നു പറഞ്ഞ അഖില നിന്നെ കത്തിച്ചു കളയും. ഇനി ആനന്ദ് പറഞ്ഞില്ലെങ്കിൽ മരിക്കാതെ രക്ഷപ്പെട്ട് നിനക്ക് ഋഷിയുടെ ഭാര്യയാവാം. അതിനും നീ തയ്യാറല്ലെങ്കിൽ ആനന്ദും ഗംഗയും തമ്മിലുള്ള കല്യാണം നടക്കുന്നത് കണ്ട് ഹൃദയം പൊട്ടി ആത്മഹത്യ ചെയ്യാം. എന്താ കല്യാണി, ഇതൊക്കെ കേട്ടിട്ട് ഭയം തോന്നുന്നുണ്ടോ? ഭയമോ? എനിക്കോ? കണ്ടവന്റെ കണ്ണിൽ നീരാട്ട് നടത്താൻ മോഹിക്കുന്ന നിനക്കൊക്കെ മാത്രമേ ഭയം ഉണ്ടാവൂ. അന്യന്റെ സങ്കടങ്ങളിൽ അലിയുന്നവർക്കും നന്മ ചെയ്യുന്നവർക്കും ഒരു കാലത്തും ഭയം ഉണ്ടാവില്ല. നീ ചെയ്യുന്ന ഓരോ ദ്രോഹങ്ങൾക്കും ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം നിന്നെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും. ദൈവത്തിന്റെ ആ വിചാരണയിൽ നിന്ന് ഒഴിവാവണമെങ്കിൽ ഇനിയുള്ള കാലമെങ്കിലും എന്തെങ്കിലും പുണ്യം ചെയ്ത് ജീവിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ നിന്റെ അവസാനം ഏതെങ്കിലും ഒരു പെരുവഴിയിൽ അവസാനിക്കും. പട്ടിയും പരന്ന് കടിച്ചു കീറി കുത്തിപ്പറിക്കുന്ന നിലയിൽ വികൃതമായി കിടക്കും. അങ്ങനെ സംഭവിക്കണ്ടെങ്കിൽ ഇനിയെങ്കിലും മനുഷ്യജന്മമാണെന്ന ബോധത്തോടെ ജീവിക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞത് ഉപദേശമല്ല, സത്യമാണ്. നീ നന്നാവാൻ ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കാം. വഴിമാറടി.
ആഹാ, ഇതെന്താ അഖില, പതിവില്ലാത്തൊരു കാഴ്ച. ഇതൊക്കെ ചെയ്യാൻ ഇവിടെ മറ്റാരുമില്ലേ? സുജാത, വേണ്ട, ആരെയും വിളിക്കണ്ട. ഇന്നത്തേക്ക് ആരുടെയും സഹായം വേണ്ടാന്ന് തോന്നി. അതാ ഒറ്റയ്ക്ക് തന്നെ പാചകം ചെയ്ത് ഞാൻ തന്നെ വിളമ്പാന്ന് കരുതി. അഖില, അത് എനിക്ക് കൃഷ്ണേട്ടാ. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ട് ഒത്തിരി നാളായില്ലേ കൃഷ്ണേട്ടാ? കഴിക്കൂ, ഇതെല്ലാം ഞാൻ തന്നെ പാചകം ചെയ്തേ. എന്താ അഖില തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയത്? എന്തോ കാര്യമുണ്ടല്ലോ. എന്തെങ്കിലും സൂക്ഷിച്ചു നോക്കുന്ന കൃഷ്ണേട്ടാ. ഞാനുണ്ടാക്കുന്ന ഭക്ഷണം കൃഷ്ണേട്ടന് വലിയ ഇഷ്ടമാണല്ലോ. ഗംഗ, വായിരിക്കും. എന്താ നിങ്ങൾ രണ്ടുപേരും ഇരിക്കാത്തത്? ആന്റി ആന്റി ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല. ആന്റി ഇരിക്കെ, ഞാൻ വിളമ്പി തരാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും എന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഞാൻ തന്നെ വിളമ്പിത്തരും. നിങ്ങൾ ഇരിക്കെ. എന്താ ഇത്? അഖില എന്തോ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യാനുള്ള പ്ലാൻ ആണല്ലോ. എന്തിനാ നോക്കി നിൽക്കുന്നേ? ഇരുന്ന് കഴിക്ക്. ഇതിലെന്തെങ്കിലും കാര്യമില്ലാതില്ല. ആ, ഇരിക്കും. ഇതെന്തമ്മേ, ഇന്നെല്ലാവർക്കും അമ്മ തന്നെ വിളമ്പുന്നേ? ആന്റി, എന്താ ഇത്? എന്താ ഇങ്ങനെ? ഇന്നെല്ലാവർക്കും ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കി എനിക്ക് തന്നെ വിളമ്പിക്കൊടുക്കണമെന്ന് തോന്നി. ആ, വേണ്ട, ഞാൻ വിളമ്പാം. എല്ലാവരും വന്നു, പക്ഷെ ആനന്ദ് വന്നില്ലല്ലോ. ബ്രോ ഇപ്പൊ വരുമേ? ഇതെന്താ എല്ലാരും ആലോചിച്ചിരിക്കുന്ന? കഴിക്കി. ഇന്നെന്താ ചേച്ചി ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾക്ക് വിളമ്പി തരുന്നേ? ആനന്ദിന്റെ പിറന്നാൾ ആയതുകൊണ്ടാണോ? അതും ഒരു കാരണം. മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ കാരണം മറ്റൊന്നുമല്ല. അമ്മ എന്താ പതിവില്ലാതെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്ന? ഇത് ഞാൻ എന്റെ കൈകൊണ്ട് വിളമ്പിത്തരുന്ന അവസാനത്തെ അത്താഴമാണെങ്കിലും നാളെ പകൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. എന്തും സംഭവിക്കാം. നിങ്ങളെല്ലാവരോടും എനിക്കല്പം സംസാരിക്കണമെന്നുണ്ട്. എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കണം. നാളെ നടക്കാൻ പോകുന്ന കല്യാണത്തിന് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് ഉത്കണ്ഠയുണ്ട്. നാളത്തെ കല്യാണത്തിന് ആരൊക്കെയാണ് എനിക്ക് എതിരായിട്ട് നിൽക്കുന്നതെന്നും എനിക്ക് നന്നായിട്ടറിയാം. കല്യാണം എന്റെ പ്രതീക്ഷകൾ പോലെ നടക്കാതെ വന്നാൽ പിന്നെ ഈ തൃച്ചംബരത്തെ
അഖിലാണ്ടേശ്വരി ഇല്ല. എന്റെ തീരുമാനങ്ങൾക്കെതിരായി എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം എനിക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയതും എന്റെ കൈകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിളമ്പിത്തന്നതും. ഇതൊരു പക്ഷേ ഞാൻ വിളമ്പിത്തരുന്ന അവസാനത്തെ അത്താഴമായിരിക്കും. കഴിക്കേ, ഞാനൊന്ന് പുറത്തു പോകും. എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞ് ആരും അന്വേഷിച്ചിറങ്ങണ്ട. അഖിലേച്ചി ആ പറഞ്ഞിട്ട് പോയത് ഞങ്ങളോടല്ല, നിങ്ങൾ 3 പേരോടുവാ. സൂക്ഷിച്ചു. നന്ദനെ, നീ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിന്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കാനാ. അത് മറക്കരുത്. നീ ആർക്കൊക്കെയോ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് നിനക്ക് നല്ലതിനല്ല. നാളെ അഖിലേച്ചി തീരുമാനിച്ചതുപോലെ കല്യാണം നടന്നില്ലെങ്കിൽ അഖിലേച്ചി പിന്നെ ഉണ്ടാവില്ല. അതെല്ലാവരും ഓർക്കുന്നത് നല്ലതാ. വാഗങ്ങെ. കണക്കുകൂട്ടലുകൾ എത്ര കൃത്യം. ഞാൻ ഊഹിച്ചു ആന്റി ഇവിടെ ഉണ്ടാവുന്നു. സൂക്ഷം, ദേ ഇവിടെ തന്നെ. തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത തൃച്ചംബരത്തെ മഹാറാണി ആളും ആരവവും ഇല്ലാതെ എന്താണ് ഇവിടെ ഈ വിജനമായ മരച്ചുവട്ടിൽ? ഓ, മറന്നു, നാളെ പ്രിയപുത്രന്റെ കല്യാണമല്ലേ. നാളെ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് ഒറ്റയ്ക്ക് വന്നു നിന്ന് ആലോചിച്ച് കൂട്ടുക. എന്താ ശരിയല്ല ആന്റി ഞാൻ പറഞ്ഞേ? നീ എന്താ ഇവിടെ, അതും ഈ പാതിരാ നേരത്ത്? ഓ അതോ, പറയാം. അത് വേറൊന്നുമില്ല ആന്റി. സാക്ഷാൽ ക്രിസ്തുദേവൻ അവസാനത്തെ അത്താഴം ഒരുക്കിയപ്പോ കൂടെ അത്താഴം ഉണ്ണാനിരുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റക്കൊടുക്കുന്നു. അല്ല, ആന്റിയും അവസാനത്തെ അത്താഴം വിളമ്പിട്ടാണല്ലോ വന്നിരിക്കുന്നത്. യേശുദേവനെ പോലെ ആന്റിക്ക് ഒറ്റുകാരൻ ഒന്നല്ലെന്നല്ലേ ഉള്ളൂ, ഒരു കൂട്ടം ഒറ്റുകാർ. മുന്നറിയിപ്പിന് നന്ദി. മുന്നറിയിപ്പ് തന്നില്ല ആന്റി, അത് തരാൻ പോകുന്നതേ ഉള്ളൂ. ഒരു മുന്നറിയിപ്പ് ഞാൻ നേരത്തെ തന്നിരുന്നു. അത് സത്യമായിരുന്നുവെന്ന് ഈ ഏകാന്തതയിൽ, ഈ വിജനതയിൽ ഒറ്റയ്ക്ക് വന്നു നിൽക്കുന്ന ആന്റിയെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട പുത്രന്റെ പിറന്നാളിന്. ആദർശവാനായ മകന്റെ പിറന്നാളിന്
പെറ്റ മനസ്സ് നിറയും. പിറന്നാൾ ദിവസം കല്യാണം കൂടി ആയാലോ, ആ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസം വരാൻ പോകുന്നു തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക്. പക്ഷേ നാളെ ഈ അഖിലാണ്ടേശ്വരിയുടെ കണ്ണിൽ സന്തോഷ കണ്ണീരല്ല നിറയാൻ പോകുന്നത്, മറിച്ച് രക്തക്കണ്ണീര്. ആ ഒരു മുന്നറിയിപ്പ് കൂടി തരാനാ ഞാൻ ഇപ്പൊ വന്നത്. നാളെ ആനന്ദും ഗംഗയും തമ്മിലുള്ള കല്യാണം മുടങ്ങിയിരിക്കും. 3-ാം തവണയും നിശ്ചയിച്ചുറപ്പിച്ച മകന്റെ കല്യാണം മുടങ്ങി. പറഞ്ഞ വാക്ക് പാലിക്കാനാകാതെ ജനമധ്യത്തിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക്. ഇത് മുന്നറിയിപ്പല്ല, ഉറക്കത്തിൽ നീ കണ്ട വെറും ഒരു പേക്കിനാവ്. അർദ്ധരാത്രിയിൽ വെറും വാക്കുകൾ പറയാതെ വന്ന വഴി തിരിച്ചു പോവാൻ നോക്ക്. ഇല്ലെങ്കിൽ രക്തം കുടിക്കാൻ അലഞ്ഞു തിരിയുന്ന ദുരാത്മാക്കൾ നിന്നെ തേടി വരും. കാരണം വിഷം നിറഞ്ഞ രക്തമാണ് അവർക്കിഷ്ടം. ആനന്ദ് പറയ്. ഗംഗയുടെ പാരന്റ്സിനെ കുറിച്ചുള്ള എന്തെങ്കിലും പുതിയ വിവരം കിട്ടിയോ? ഇതുവരെ കിട്ടിയില്ല. നമ്മുടെ പോലീസുകാര് മഫ്തിയിൽ പരിസരത്തുണ്ട്. സർ, അന്വേഷണം ഒന്ന് സ്പീഡപ്പ് ആക്കിയാൽ സാറിന്റെ അന്വേഷണം പോലെ ഇരിക്കും എന്റെ ഭാവി ജീവിതം. സോ പ്ലീസ്. തീർച്ചയായും. പുതിയ വല്ല വിവരവും കിട്ടിയാൽ ആനന്ദിനെ ഉടനെ തന്നെ ഞാൻ ഇൻഫോം ചെയ്യാം. എത്ര രാത്രിയായാലും വിളിച്ചറിയിക്കാൻ മടിക്കരുത്, ഞാൻ കാത്തിരിക്കും. തീർച്ചയായും. താങ്ക് യു സർ. അനിയൻകുട്ടാ, എന്താ അനിയൻകുട്ടാ? വല്ലുവിനെ ഔട്ട് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാ. ഔട്ട് ഹൗസിലേക്കോ? അതും ഈ രാത്രിയില്? എന്തുപറ്റി? അല്ല, കല്യാണി എവിടെ? ചേച്ചി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഈ സമയത്ത് ചേച്ചി ഇവിടെ ആരെങ്കിലും കണ്ടാ അത് കുഴപ്പാവും, അതുകൊണ്ടാ. നീ കാര്യം പറയാ. അതൊരു സർപ്രൈസാ വല്ലുവിനെ. വല്ലുവിനെ വാ വാ വല്ലുവിനെ, അങ്ങോട്ട് വാ പ്ലീസ്. ആ, അളിയൻ വിളിച്ചാ വരാതിരിക്കാൻ പറ്റൂ? വന്നേക്കാം, വാ. സമയമാവൂ അരവിന്ദ്, നീ പോയി ആനന്ദിനെ കൂട്ടിക്കൊണ്ടുവാ. ആ, ഞാൻ മുറി പോയിട്ട് വിളിച്ചിട്ട് വരാം. നിക്ക്. ആനന്ദിനെ
ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ഇത് എന്താ കല്യാണി ഇതെല്ലാം? വല്യ കുഞ്ഞിന്റെ പിറന്നാൾ ആഘോഷിക്കണമെന്ന് അനിയൻകുട്ടന്റെ ആഗ്രഹമായിരുന്നു. ഓ, അവനാട്ടോ കേക്കൊക്കെ ഓർഡർ ചെയ്തത്. അല്ല, ദാസേട്ടനില്ലേ ഇവിടെ? ഭാഗ്യത്തിന് കല്യാണം പ്രമാണിച്ച് ഏതോ VIP എയർപോർട്ടിൽ വരുന്നുണ്ട്. അവരെ പിക്കപ്പ് ചെയ്ത് ഗസ്റ്റ് ഹൗസിലാക്കാൻ മേഡം അച്ഛനെ ഏർപ്പാടാക്കിയിരിക്കണേ. അത് നന്നായി. ആനന്ദ്, ആനന്ദ്, ആനന്ദ്. എന്നാ വലിയ നമുക്ക് കേക്ക് കിട്ടിയാ? ശരി എന്നാ. ആ, ഒരു മിനിറ്റ്. കട്ടിയട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ വലുഞ്ഞ്, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ആ, വല്യുഞ്ഞി, ഒരു മിനിറ്റേ. അഖില ടെൻഷനിലാണല്ലോ. കേക്ക് മുറിക്കാൻ ആനന്ദ് വരുന്നില്ലെന്ന് പറഞ്ഞു കാണും. എന്താ ചേച്ചി, ആനന്ദിനെ വിളിക്കാൻ പോയിട്ട് അവൻ വന്നില്ലേ? എന്താ ചേച്ചി ഒന്നും പറയാത്തെ? ആനന്ദ് റൂമിലില്ല. അവൻ റൂമിലില്ലെന്നോ? ആനന്ദ് കല്യാണിയെ കാണാൻ പോയിക്കാം. ഇനിയിപ്പോ എന്താ ചെയ്യാ? കല്യാണിയോടൊപ്പം ചേർന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോയി കാണും. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. വല്യ കുഞ്ഞിന് ഞങ്ങളുടെ പിറന്നാൾ സമ്മാനം. ആ, ദാ തുടച്ച. തുറന്നു നോക്ക്. നാളെ എന്ത് നടക്കുമെന്ന് ഓർത്ത് നീ നല്ല ടെൻഷനിലാണെന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ പിറന്നാളിന് ഇങ്ങനൊരു സമ്മാനം തന്നതിന് ഒരുപാട് സന്തോഷം.
എന്റെ പിറന്നാളുകളിൽ എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം. എന്താ വല്യുവിനെ ആലോചിക്കണേ? ഈ പിറന്നാളിന് മുമ്പെങ്കിലും ഗംഗയ്ക്കെതിരായ എല്ലാ ഡോക്യുമെന്റ്സും കിട്ടുമെന്ന് കരുതിയതാ. പിറന്നാൾ ആഘോഷിച്ചു. പക്ഷേ ഗംഗയ്ക്കെതിരായ തെളിവുകൾ എപ്പോൾ കിട്ടുമെന്ന് ഒരു പിടിയില്ല. അതുകൊണ്ട് രാവിലെ കല്യാണ മണ്ഡപം വരെ കൊണ്ടുപോകാതെ ഞാൻ നമ്മുടെ കാര്യം ഇപ്പൊ തന്നെ അമ്മയോട് പറയാൻ പോവാ. അയ്യോ, അത് വേണോ? അത് വേണം കല്യാണി. പോട്ടെ. ചേച്ചി, ഈ ആനന്ദ് ഇപ്പൊ എവിടെ പോയിരിക്കുക? അതമ്മ ബ്രോ പുറത്തെങ്ങനെ കാണും, ഞാൻ പോയിട്ട് വിളിച്ചിട്ട് വരാം. അരവിന്ദ് വേണ്ട, ഞാൻ പോയി വിളിക്കാം. ഈ നേരത്ത് നീ എവിടെ പോയിരുന്നു ആനന്ദ്? ഞാൻ പുറത്തുനിന്ന് ഫോൺ ചെയ്യായിരുന്നു അമ്മേ. അപ്പോഴേക്കും അനിയും കൂടെ വന്നു. പിറന്നാൾ ആശംസകൾ നേരാൻ അവൻ എന്നെ ഔട്ട് ഹൗസിലേക്ക് വിളിച്ചു. അവിടെ ചെന്ന് കേക്കൊക്കെ മുറിച്ച് എന്റെ പിറന്നാൾ ആഘോഷിച്ചു. ഇതെന്താ കയ്യിലൊരു കവർ? ആ, ബർത്ത്ഡേ ഗിഫ്റ്റ്, പാൻസും ഷർട്ടും. ദാസേട്ടൻ തന്നോ? ഇല്ലമ്മേ, ദാസേട്ടനെ കണ്ടില്ല. ഇത് കല്യാണിയുടെ പിറന്നാൾ സമ്മാനമാ. ആനന്ദ് എന്തോ തീരുമാനിച്ചുറപ്പിച്ചാ നിൽക്കുന്നേ. അവൻ കല്യാണിയുടെ വിഷയം എന്നോട് തുറന്നു പറയാനുള്ള തീരുമാനത്തിലാ. അത് കേൾക്കാനുള്ള അവസരം കൊടുക്കരുത്. നിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഞങ്ങൾ എല്ലാവരും കേക്കും വെച്ച് കാത്തു നിൽക്കുന്നു. അപ്പൊ നീ ഔട്ട് ഹൗസിലും. എനിവേ, കം, നമുക്ക് കേക്ക് മുറിക്കാൻ വരൂ.
ഹാപ്പി ബർത്ത്ഡേ ആനന്ദ്. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ബ്രോ. താങ്ക് യു. ആനന്ദേ, ഇളയമ്മയ്ക്കും അമ്മേ, എന്താ ആനന്ദ്? ഇതുവരെ കഴിഞ്ഞ പിറന്നാള് പോലെയല്ല, ഈ പിറന്നാളിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് അമ്മയുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആനന്ദ്, ഇപ്പൊ തന്നെ സമയം 12-12:30 അതുകൊണ്ട് നീ പോയി റെസ്റ്റ് എടുക്ക. ഇനിയെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് പറയാം. അത് പോരമ്മേ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ തന്നെ വൈകിപ്പോയി, ഇനി വൈകാൻ പാടില്ല. ആനന്ദ്, നീ പറയുന്ന ഒന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥ ഇപ്പൊ എനിക്കില്ല. ഞാൻ വളരെ ക്ഷീണിതയാ. എന്റെ മനസ്സിലിപ്പോ നാളെ നടക്കാൻ പോകുന്ന കല്യാണം മാത്രമേ ഉള്ളൂ. അമ്മേ, കല്യാണത്തെ കുറിച്ച് തന്നെ എനിക്കും പറയാനുള്ളത്.